പൊട്ടൂല. ഒരു കോൾ സ്റ്റാർട്ടായിരുന്നു. നമുക്കിനി വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഇത് സ്പോർട്ട് ടെക്കാന്ന് പറഞ്ഞത്. ഇത് ലെതർ സീറ്റാണ്. ബട്ട് ലൈക്ക് ഇരിക്കുന്ന ചില ഭാഗത്ത് ആൽക്കൻ്റെ എയർ വരുന്നുണ്ട്. ആൻഡ് ഹീറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട് ഇവിടെ. ഈ ലെഗസിയുടെ ഒരു സസ്പെൻഷൻ കിട്ടത്തില്ല. എടാ അത്ര വല്ലടാ, പഴയ വണ്ടി വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര വല്ലല്ലോ. പഴയ ഇതിന്റെ സീറ്റ് കുറച്ചുകൂടി കുഷനിങ് ഇല്ലേ, പഴയത് പലകയല്ല. ലെഗ് റൂമൊക്കെ അത്യാവശ്യം STI ഐസൈറ്റ് വർക്ക് ചെയ്ത് ഡിറ്റക്ട് ചെയ്ത് ശരിക്കും പുള്ളിയുണ്ട് ബാക്കിലിരുന്നിട്ട്. ഞാൻ വിചാരിച്ച ഈ ഫീലിംഗ് ഫ്രണ്ടിലിരുന്നാൽ മാത്രമേ കിട്ടുള്ളൂ. This one uses the same sport CVT transmission, yes, CVT. Even though it's like a GT or a sport. Yeah, they're all like the automatic. They're all CVT across like all Subarus. Do they also have like the adaptive dampers or is it just for the GT? The adaptive dampers, no. So which mode are you in right now? So how many modes it has? Like Four. It has three. Oh, so it's the Intelligence, which is your standard driving mode. Sport, which is a little bit elevated, and the Sport Sharp, which is the one with the hashtag beside it. Exactly. ചേട്ടന് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചേട്ടൻ ഒരുപാട് വണ്ടീനെ കുറിച്ച് നല്ല പറഞ്ഞു. ലൈക്ക് വണ്ടി ചേട്ടൻ പറഞ്ഞ ലെഗസി ആയിട്ട് ഒട്ടും സിമിലർ അല്ല. ചേട്ടൻ വിചാരിച്ചോണ്ടിരുന്നത് ലൈക്ക് സെയിം എഞ്ചിനാണ് വരുന്നത്, സെയിം ട്രാൻസ്മിഷനാണ് വരുന്നത്. ബട്ട് ലൈക്ക് ഡ്രൈവിംഗ് ഇസ് ലൈക്ക് ടോട്ടലി ഡിഫറെന്റ് അല്ലേ. ലെഗസി ഹൈവേ വണ്ടിയും ഇത് സിറ്റി വണ്ടിയും ഇതിന്റെ ടർബോ ഡിപ്ലോയ് ചെയ്യുന്നില്ലേ, ആ പവറിന് എക്സ്ട്രാ പുഷ് വരുന്നത് ലെഗസിയുടെ ലീനിയർ ആണ്. ഇതിന്റെ ഒരു ഒറ്റ അടിക്കങ്ങ് തരും. അത് ചേട്ടൻ ലെഗസിയിൽ ഫീൽ ചെയ്തിട്ടുള്ളല്ലോ. ലെഗസിയില് ഫുള്ള് വന്നിട്ടുണ്ട്, പക്ഷെ അത് മോർ അഗൈൻ ലീനിയർ നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്. GTയും ഗോൾഫ് ആറും പോലെ മോർ പ്രെഡിക്റ്റബിൾ ആണ്.